മലയാളി കന്യാസ്ത്രീകളുടെ അകാരണമായ അറസ്റ്റിലൂടെ കേരളീയർക്ക് പരിചിതമായ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അവിടെ വിലക്കുകളുടെ ചില ബോർഡുകൾ സ്ഥാപിച്ച് ഛത്തീസ്ഗഡിനെ കുപ്രസിദ്ധമാക്കി മാറ്റിയിരിക്കുകയാണ്. കാൻഗർ ജില്ലയിലെ 8 ഗ്രാമങ്ങളിലാണ് പ്രത്യക്ഷത്തിൽ ക്രൈസ്തവ വിരോധി എന്ന് തോന്നിപ്പിക്കുന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ ഗ്രാമങ്ങളുടെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ വായിക്കുന്നത് പാസ്റ്റർമാരും പരിവർത്തിത ക്രൈസ്തവരും ഇവിടെ പ്രവേശിക്കരുത് എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു നിരോധനാജ്ഞയിൽ മനുഷ്യാവകാശ ലംഘനമുണ്ട്, ഭരണഘടനയുടെ നിഷേധമുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ കോടതിയെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ വാദഗതിയെ ഹൈക്കോടതി തള്ളുകയും ഇത്തരത്തിലുള്ള ബോർഡ് വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് വിധിക്കുകയും ചെയ്തു. കോടതിയുടെ ഈ വിധി ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അവിടെ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾ വളരെ സജീവമാണ്. ക്രൈസ്തവരെ പല രൂപത്തിലും ആക്രമിക്കുകയും അവിടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട്. ഭരണഘടനയുടെ 19-ാം അനുച്ഛേദം 1D അനുസരിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഉള്ളതാണ്. മതം നോക്കാതെയാണ് ഈ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ബോർഡ് മതം നോക്കി ഈ സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. കീഴ്ക്കോടതി ഇതിനെ സാധൂകരിച്ചുവെങ്കിലും സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഹർജി പോകണമെന്ന് നിയമവിദഗ്ധര് സൂചിപ്പിക്കുന്നത്. ആൾക്കൂട്ട വിചാരണയും ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളും പള്ളികളും തകർക്കുന്ന സംഘങ്ങളും വിളയാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യം മറക്കാൻ പറ്റുന്നതല്ല. ഘർ വാപ്പസി എന്ന പേരിൽ ഹിന്ദുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന അവസ്ഥയും ഈ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. ഒരു വശത്ത് മത പരിവർത്തന നിരോധന നിയമത്തിൻ്റെ മറവിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും മറുവശത്ത് ക്രൈസ്തവരെ മതം മാറ്റി ഘർവാപ്പസിയുടെ മേൽവിലാസത്തിൽ ഹൈന്ദവ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബോർഡുകൾ വലിയ വെല്ലുവിളികളായി ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മാറുന്നത് എന്ന് ഓർമ്മിക്കാതിരിക്കാൻ ആവുകയില്ല.